നാലാമത്തെ ചോദ്യം, എട്ടാമത്തെ ചാപ്റ്ററിലെ പാവങ്ങളോടുള്ള സമീപനത്തിൽ വിശുദ്ധ ബേസിൽ, വിശുദ്ധ ക്രിസോസ്റ്റോം എന്നിവരുടെ പ്രബോധനങ്ങൾ ഇന്ന് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ഇവരുടെ പ്രബോധനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടതെന്ന്. പേജ് നമ്പർ 62 സഭയുടെ പ്രബോധനം എന്നുള്ള ഭാഗത്താണ് അത് വരുന്നത്. വിശുദ്ധ ബേസിൽ, വിശുദ്ധ ക്രിസോസ്റ്റോം തുടങ്ങിയ സഭാപിതാക്കന്മാർ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വിശുദ്ധ ബേസിൽ പറഞ്ഞത്? വളരെ രസകരമായ ഒരു സെൻറ്റൻസ് അത്. അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിശക്കുന്നവൻ്റെയും വസ്ത്രം നഗ്നൻ്റെയും പാതകങ്ങൾ നിഷ്പാതുകൻ്റെയുമാണ് എന്നാണ് വിശുദ്ധ ബേസിൽ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ അലമാരയിലിരിക്കുന്ന ഓരോ അഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും, നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഓരോ ഡ്രസ്സും, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഓരോ ഡ്രസ്സും, ഓരോ ചെരുപ്പും, ഓരോ വസ്ത്രവും, ഓരോ ഭക്ഷണവും എല്ലാം വേറെ ആളുകളുടെ എന്ന് വെച്ചാൽ ആവശ്യക്കാരൻ്റെ ആണെന്നുള്ള ഒരു ചിന്ത. അതുപോലെ വിശുദ്ധ ക്രിസോസ്റ്റോം എന്താ പറഞ്ഞത്? വീട് പണിയുമ്പോൾ ഒരു മുറി ഈശോയ്ക്കായി നീക്കി വെക്കണം, അത് വഴിപോക്കർക്കും ഭവനരഹിതർക്കുമായി തുറന്നിടുകയും വേണം. ഇതാണ് വിശുദ്ധ ക്രിസോസ്റ്റോമിൻ്റെ പ്രബോധനം. അപ്പോൾ ഇതിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തുന്ന മേഖലകൾ ഏവ? ഏകദേശം ഒരു 12 പോയിന്റ് കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 62. ആ ഹെഡിങ്ങിന് താഴെ തന്നെ അത് വരുന്നത്. നമ്പർ വായിച്ചു പോവാം. അനാഥരും കുടുംബങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരുമായ കുട്ടികളും മുതിർന്നവരും, മക്കളുടെയും ബന്ധുജനങ്ങളുടെയും സാന്നിധ്യമോ സഹായമോ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന വയോവൃദ്ധർ, രോഗികളും മരണാസന്നരും, അംഗവൈകല്യമുള്ളവർ, ബുദ്ധിമാന്യം വന്നുപോയതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടവരും നിരാലംബരുമായവർ, മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടവർ, ചൂഷണത്തിനിരയാകുന്ന സ്ത്രീകളും കുട്ടികളും, എയ്ഡ്സ്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർ, ദരിദ്രരും ഭവനരഹിതരും, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെട്ടവരും, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വേദനിക്കുന്നവർ, ജയിൽവാസികളും ജയിൽ വിമുക്തരും അവരുടെ ആശ്രിതരും. ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ വൺ വേർഡ് വേണമെങ്കിൽ ചോദിക്കാവുന്നത്, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഇങ്ങനെ നമ്മളെ ഉദ്ബോധിപ്പിച്ചത് ആരാണെന്ന് അറിയാവോ? പൗലോസ്ലീഹ. അതുപോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇത് നമ്മളോട് പ്രബോധിപ്പിക്കുന്നത് ആരാണ്? ഈ ഒരു പ്രബോധനം തരുന്നത് ആരാണ്? യാക്കോബ് സ്ലീഹ. വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഡാഷ് എന്ത്? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. പിന്നെ പാവപ്പെട്ടവരുടെ സമുദ്ധാരണത്തിനായി യജ്ഞിച്ച് മൊളോക്കോ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട വിശുദ്ധനാണ് ആര്? വിശുദ്ധ വിൻസെൻ്റ്. ഇപ്പോൾ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചത് ആരാണ്? ഫാദർ ഡാമിയൻ. പിന്നെ കൽക്കട്ടയിലെ തെരുവുകളിൽ നമുക്കറിയാം ഉത്തരം മദർ തെരേസ. ഓക്കെ, അപ്പം ഇതൊക്കെ ഇതിൽ വേണമെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ആവർത്തിച്ച് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കേ.